നമസ്കാരം സാർ. നമസ്തേ അഞ്ജന. ഇന്ത്യൻ ഓഷ്യനിൽ വെച്ച് ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്ക ടോർപിഡോ ചെയ്തു മുക്കി. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? ഇത് അമേരിക്കയുടെ ക്രിമിനൽ ആരോഗൻസിനേക്കാൾ ഭീതി ഉണ്ടാക്കുന്നതാണ് ഇന്ത്യയുടെ സ്ലേവിഷ് സൈലൻസ്. അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത്. ഈ നിശബ്ദത ഭയം കൊണ്ടുണ്ടാകുന്നതല്ല. ഇന്ത്യയുടെ ഈ നിശബ്ദത അത് ഒരു അടിമയുടെ സമ്പൂർണമായി ആത്മാഭിമാനം പണയം വെച്ച ഒരു അടിമയുടെ നിശബ്ദതയാണ്. അതുകൊണ്ടാണ് ആ നിശബ്ദത ശരാശരി ഇന്ത്യക്കാരനെ ഭയപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന് എന്ത് സംഭവിച്ചു? ഭരണഘടനയുടെ പ്രിയാമ്പിൾ നമ്മളെ നോക്കി പരിഹസിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ ആ പരിഹാസച്ചിരി കാണുന്നില്ല, കേൾക്കുന്നില്ല. ലോകം നമ്മളെ നോക്കിച്ചിരിക്കുന്നു. അപ്പോഴും നമ്മളൊന്നും അറിയുന്നില്ല. നമ്മളും നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന മാധ്യമ സംസ്കാരവും ഷണ്ഡീകരിക്കപ്പെട്ട അടിമകളായി മാറിക്കഴിഞ്ഞു. എതിർ ശബ്ദങ്ങൾ രാജ്യദ്രോഹികളുടേതായി മാറുന്നു. അവർ തുറങ്കിലടയ്ക്കപ്പെടുന്നു. നീതി ദേവത കണ്ണു മൂടികെട്ടി തപസ്സിരിക്കുന്നു. ഇതാണ് സമകാലീന ഇന്ത്യ. ഇന്ത്യയുടെ ഈ പുതിയ മുഖം ഏറ്റവും വ്യക്തമായി തെളിഞ്ഞത് ഇറാനിയൻ യുദ്ധക്കപ്പൽ ഇന്ത്യൻ ഓഷ്യനിൽ വെച്ച് അമേരിക്കൻ യുദ്ധക്കപ്പൽ ടോർപിഡോ ചെയ്ത് കടലിൽ മുക്കിയ സംഭവത്തിലാണ്. ഇറാനിയൻ യുദ്ധക്കപ്പലായ ഐറിസ് ഡെനയാണ് ശ്രീലങ്കൻ ഭാഗത്തായി അമേരിക്കൻ അന്തർവാഹിനി ടോർപിഡോ ചെയ്ത് മുക്കിയത്. 80 പേർ മരിച്ചു. 32 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷിച്ചു. അവരുടെയൊക്കെ നില ഗുരുതരമാണ്. എത്ര പേർ പൊട്ടിത്തെറിച്ച് കടലിൽ താണു എന്ന് പോയെന്ന് അറിയില്ല. കപ്പലിൽ 180 പേർ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ 68 പേരെ കാണാനില്ല എന്നതിനപ്പുറം മരിച്ചു എന്നതാണ്. അപ്പോൾ മരണസംഖ്യ ഏറെക്കുറെ 188ഓളം എത്തുന്നു. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സ്വെത്ത് ഇറാനിയൻ യുദ്ധക്കപ്പലിനെ മുക്കിയതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എ ക്വയറ്റ് ഡെത്ത്, ശാന്തമായ മരണം. ആരുടെ? ഐറിസ് ഡേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിന്റെ ആണോ ഈ ശാന്തമായ മരണം? അതിലെ ഇനിയും എത്ര പേരെന്ന് വ്യക്തമാക്കിയിട്ടില്ലാത്ത ആ നാവികരുടെ മരണമാണോ ശാന്തമായ മരണം? അതോ അന്താരാഷ്ട്ര നിയമങ്ങളുടേതാണോ ഈ ശാന്തമായ മരണം? ഇനി അതല്ല, ഇന്ത്യ എന്ന പരമാധികാര റിപ്പബ്ലിക്കിന്റെ ആണോ ഈ ശാന്തമായ മരണം? എന്തിന്റെ ശാന്തമായ മരണമായിരുന്നു 2026 മാർച്ച് 4-ാം തീയതി ഇന്ത്യൻ ഓഷ്യനിൽ വെച്ച് നടന്നത്? സാങ്കേതികമായ അർത്ഥത്തിൽ ഇന്ത്യക്ക് ഇതിൽ അഭിപ്രായം പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. അത് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ 2023 ഒക്ടോബർ 7-ന് ഹമാസ് 251 പേരെ ഇസ്രായേലിൽ നിന്ന് തടവുകാരാക്കി മാറ്റിയപ്പോൾ ഇസ്രായേലിനോട് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയായിരുന്നു. 2026 ഫെബ്രുവരി 25-ാം തീയതി ഇസ്രായേൽ സന്ദർശക നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യ സ്റ്റാൻഡ്സ് വിത്ത് ഇസ്രായേൽ ഫേംലി വിത്ത് ഫുൾ കൺവിക്ഷൻ ഇൻ ദിസ് മോമെന്റ് ആൻഡ് ബിയോണ്ട്. എന്നാൽ ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ യുദ്ധമുഖത്തല്ലായിരുന്ന ഒരു യുദ്ധക്കപ്പൽ, അതിലേറെ പ്രാധാന്യം ഇന്ത്യയുടെ അതിഥിയായി വന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ തിരിച്ചു പോകും വഴി അമേരിക്കൻ സബ്മറൈൻ ടോർപിഡോ ചെയ്ത് മുക്കിയിട്ട് ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. ഈ നിശബ്ദതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടിമയുടെ നിശബ്ദത. 2025 ഒക്ടോബറിൽ ഇന്ത്യൻ നാവികസേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി ഇങ്ങനെ പറഞ്ഞു: ദ ഇന്ത്യൻ നേവി ഇസ് ദ ഗാർഡിയൻ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. മോദി അന്ന് പറയാതെ പോയ കാര്യമുണ്ട്. എല്ലാ അടിമകൾക്കും അവരുടെ രക്ഷകർത്താക്കളുണ്ട്. അത് ജന്മിയാണ്. ഇന്ത്യക്കും രക്ഷകർത്താവായ ജന്മിയുണ്ട്. അത് അമേരിക്കയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം ഞാൻ പറഞ്ഞതുകൊണ്ടാണ് നിർത്തിയത് എന്ന് മോദി 50-ലേറെ എന്ന് ട്രംപ് 50-ലേറെ തവണ പറഞ്ഞിട്ടും ഒരു തവണ പോലും നമ്മുടെ അടിമ മനസ്സ് അതിനെ എതിർക്കാതിരുന്നത്. പുതിയ തീരുവ കരാർ ഇന്ത്യയുമായി ഒപ്പുവെച്ചെന്നും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ 0 തീരുവയാണ് ഏർപ്പെടുത്തുന്നതെന്നും ഇനി മുതൽ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യില്ലെന്നും പകരം അമേരിക്കയിൽ നിന്നും അമേരിക്കയുടെ പാവ സർക്കാരുള്ള വെനിസ്വലയിൽ നിന്നും മാത്രമേ ഇറക്കുമതി ചെയ്യുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചപ്പോൾ പാർലമെന്റ് കൂടിക്കൊണ്ടിരുന്ന സമയത്തായിട്ട് പോലും മോദി അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നതും ഇതേ അടിമ മനസ്സിന്റെ വിധേയത്വമാണ്. ഈ കീഴടങ്ങലിനെയാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ ഹാസ് എ കോംപ്രമൈസ്ഡ് പ്രൈം മിനിസ്റ്റർ ഹു ഹാസ് സറണ്ടേഡ് അവർ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് വിശേഷിപ്പിച്ചത്. ഇപ്പം ഈ ഇറാന്റെ യുദ്ധക്കപ്പൽ മുഖ്യനെ തുറന്ന് പുള്ളി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്താണിത്. 2 വർഷത്തിൽ ഒരിക്കൽ ആഘോഷിക്കുന്ന ഇന്ത്യയുടെ മിലാൻ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം വിശാഖപട്ടണത്ത് എത്തിയതായിരുന്നു ഐറിസ് ഡേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ. 1995-ലാണ് മിലാൻ ഇന്ത്യ തുടങ്ങിയത്. ഇന്ത്യൻ നേവി ആതിഥേയത്വം നൽകുന്ന പല രാജ്യങ്ങളുടെ നേവൽ കൂട്ടായ്മ എന്നതാണ്.
2020 വരെ ആൻഡമാൻ ദ്വീപുകൾ വെച്ചായിരുന്നു മിലാൻ സംഘടിപ്പിച്ചിരുന്നത്. അതിനുശേഷമാണ് വിശാഖപട്ടണത്തേക്ക് മാറ്റിയത്. 1995 ആദ്യത്തെ മിലാനിൽ ഇന്ത്യൻ നേവിയെ കൂടാതെ ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് പങ്കെടുത്തതെങ്കിൽ 2026 ഫെബ്രുവരി 15 മുതൽ 25 വരെ നീണ്ട മിലാനിൽ 74 രാജ്യങ്ങൾ പങ്കെടുത്തു. ആകെ 85 യുദ്ധക്കപ്പലുകളും 29 യുദ്ധവിമാനങ്ങളും പങ്കെടുത്തു. ഇതിലൊരു രാജ്യമാണ് ഇറാൻ. മിലാനിൽ പങ്കെടുക്കാൻ വന്ന് തിരിച്ചുപോയ യുദ്ധക്കപ്പലിൽ ഒന്നാണ് ഐറിസ് ജന എന്ന യുദ്ധക്കപ്പൽ. മിലാനിൽ പങ്കെടുത്ത 74 രാജ്യങ്ങൾ അമേരിക്കയും ഉൾപ്പെടും. ഈ 2026 ഫെബ്രുവരി 25 അമേരിക്കൻ 7th ഫ്ലീറ്റിന്റെ ലഫ്റ്റനന്റ് സാറ മെറിൻ കമാൻഡറിൻ്റെതായിരുന്നു വന്ന ഒരു മെസ്സേജിൽ ഇങ്ങനെയാണ് അവർ പറയുന്നത്. അമേരിക്കൻ നേവിയുടെ പൊസൈഡിയൻ മാരിടൈം പെട്രോൾ ആൻഡ് റെക്കഗ്നൈസൻസ് എയർക്രാഫ്റ്റിന്റെ വിശാഖപട്ടണത്തെ മിലാനിൽ 4 ദിവസത്തെ നേവൽ എക്സസൈസിൽ പങ്കെടുത്തു. എന്നിട്ട് ആ മെസ്സേജിനകത്ത് വേറെ ഒരു ആളെ കോട്ട് ചെയ്യുന്നുണ്ട്. ആ മെസ്സേജിൽ അമേരിക്കൻ പസഫിക് ഫ്ലീറ്റിന്റെ അഡ്മിറൽ സ്റ്റീവ് കോയിലറെ ഇങ്ങനെ കോട്ട് ചെയ്യുന്നു. കോട്ടാണ് പറഞ്ഞത്: US-India friendship is grounded by our shared values and strategic interests. When we operate and exercise together in the Indian Ocean, like here at Milan, we strengthen our capabilities, which leads to stronger, credible deterrence, which maintains peace and security in the region. And ഏറെക്കുറെ അർത്ഥം ഇങ്ങനെയാണ്: അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം പരസ്പരം പങ്കുവെക്കുന്ന മൂല്യാധിഷ്ഠിതമായുള്ളതാണ് ആ സൗഹൃദം. ഇവിടെ മിലാനിലെ പോലെ ഇന്ത്യൻ ഓഷനിലും ഞങ്ങൾ സംയുക്തമായി പ്രവർത്തനം നടത്തുക വഴി ഇന്ത്യൻ ഓഷനിലും ഈ മേഖലയിലും ശക്തമായതും യുദ്ധ സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതുമായ തരത്തിലുള്ള ശാന്തിയും സമാധാനവും നിലനിർത്തും. അതിന്റെ പോസ്റ്റ് വന്നിട്ട് കഷ്ടിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ സമാധാന മേഖലയായിരുന്ന ഇന്ത്യൻ ഓഷനിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചുപോയ യുദ്ധക്കപ്പലിനെ അമേരിക്കൻ സബ്മറൈൻ ടോർപിഡോ ചെയ്ത് എല്ലാവരെയും ഏറെക്കുറെ ഇല്ലാതാക്കും. മിലാന്റെ ഭാഗമായി അമേരിക്കയുടെ പെട്രോൾ സ്ക്വാഡ്രന്റെ VP-4 അതിന്റെ ആന്റി സബ്മറൈൻ പ്രകടനങ്ങൾ കാണിച്ചിരുന്നു എന്നും ഈ മെസ്സേജിൽ പറയുന്നത്. ഇനി അതൊക്കെ തന്നെയാണോ ഈ വന്നിട്ട് പോയാൽ ഒന്ന് തന്നെ ഒരു സബ്മറൈൻ തന്നെയാണോ ഇതിനെ തകർത്തതെന്ന് നമുക്കറിയില്ല കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഈ സഹകരണത്തിന്റെയും ആന്റി സബ്മറൈൻ പ്രകടനങ്ങളുടെയും തുടർച്ചയായിരുന്നു സമാധാന മേഖലയിലെ ഇന്ത്യൻ ഓഷനിൽ മാർച്ച് 5 കണ്ടത്. നമുക്കറിയില്ല. അമേരിക്കൻ പ്രതിരോധ മന്ത്രി പറഞ്ഞതുപോലെ ശാന്തമായ മരണം. ആ ശാന്തമായ മരണം പക്ഷേ ഐറിസ് ഡെന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിന്റെ മാത്രം ശാന്തമായ മരണമല്ല. അതിലെ ഇനിയും വ്യക്തമായ ചിത്രം കിട്ടിയിട്ടില്ലാത്ത നാവികരുടെ മാത്രം ശാന്തമായ മരണമല്ല. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയിലുള്ള ഇന്ത്യയുടെ കൂടി ശാന്തമായ മരണമാണ്. ആക്രമണം നടന്നത് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള സമുദ്രഭാഗത്തല്ല, ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ്. പക്ഷേ ആ കപ്പൽ ഇന്ത്യയിൽ അതിഥിയായി ഇന്ത്യയുടെ ക്ഷണപ്രകാരം എത്തിയതാണ്. തിരിച്ചു പോകുമ്പോൾ സമുദ്രത്തിലെ ഇന്ത്യൻ അതിർത്തി കടന്ന ശേഷം ഇന്റർനാഷണൽ വാട്ടേഴ്സിൽ വച്ച് അത് ടോർപിഡോ ചെയ്ത് മുക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്കെങ്കിലും ഇന്ത്യക്ക് പറയാമായിരുന്നു. ഹമാസ് തടവിലാക്കിയ ഇസ്രായേലിക്കാരോട് കാണിച്ച സോളിഡാരിറ്റി ഇവിടെയും കാണിക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അത് ചെയ്തില്ല. നമ്മളെ നയിക്കുന്നവർ വിധേയരാണ്, അടിമകളാണ്. അതാണ് ഇതിന് കാരണം.